ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഉണ്ണിസ്റ്റെക് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നമ്മുടെ ഓണാശംസകൾ നേർന്നു. ഇന്ന് തിരുവോണമാണ്. അപ്പോൾ തിരുവോണ ദിനത്തിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതൊന്നും കണ്ട് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ, ഇത് നമുക്കറിയാൻ പാടാത്തൊരു വീഡിയോയാണ്. അപ്പോൾ ഇങ്ങനെ ഓഫീസിൽ വന്നപ്പോൾ ഇതിരിക്കണം, അപ്പോൾ അതുകൊണ്ടിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ പവർ ഫാക്ടറിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കൺട്രോൾ പാനൽ APFC എന്ന് പറയുന്ന സംഭവത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഓണം നിങ്ങളുടെ കൂടെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയാണ് ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കൺട്രോൾ പാനൽ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ മെഷീൻ ഇരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഈ പാനൽ റൂമൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ചെറിയൊരു നോയ്സ് ഉണ്ടാകും, കാരണം നമ്മുടെ ട്രാൻസ്ഫോർമർ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ നോയ്സ് ഉണ്ടാവും. ഇനി നമ്മൾ വരുന്നത് നമ്മുടെ പവർ ഫാക്ടർ കൺട്രോൾ പാനലിലേക്കാണ്. APFC ഇതാണ് നമ്മുടെ APFC പാനൽ വരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 3 ഫേസിൻ്റെ 3 ആംപിയർ അറിയാവുന്ന മീറ്ററുണ്ട്, പിന്നെ നമ്മുടെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്, പിന്നെ പവർ ഫാക്ടർ റീഡിങ് എത്രയാണെന്ന് അറിയാവുന്ന ഒരു മീറ്ററുണ്ട്. വീണ്ടും അടുത്തായി വരുന്നത് നമ്മുടെ പാനൽ ഐസൊലേറ്ററാണ്, മെയിൻ ഐസൊലേറ്റർ. അതൊരു 200 ആംസിൻ്റെ ഐസൊലേറ്ററാണ് വരുന്നത്. താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ സെക്ഷനിലേക്കും സെപ്പറേറ്റ് ഐസൊലേറ്ററുകളും, അതായത് സെക്ഷൻ തിരിച്ച് വെച്ചാൽ ഇതിപ്പോൾ 20 kVAR ആണ്. അതേപോലെ തന്നെ 10, വീണ്ടും 10, പിന്നെ 5, പിന്നെ 5, അങ്ങനെ ടോട്ടലി 50 kVAR ആണ് ഈ ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കൺട്രോൾ പാനൽ വരുന്നത്. അപ്പോൾ APFC എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പവർ ഫാക്ടർ കാണുന്ന റേഷ്യോ ബിറ്റ്വീൻ ട്രൂ പവർ ആൻഡ് അപ്പാരന്റ് പവർ. ട്രൂ പവറിൻ്റെയും അപ്പാരന്റ് പവറിൻ്റെ അനുപാതമാണ് നമ്മൾ പവർ ഫാക്ടറായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഏകദേശം യൂണിറ്റി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ APFC ഉപയോഗിക്കുന്നത്. നമ്മൾ ബാക്കിയുള്ള കപ്പാസിറ്ററുകൾ ചാർജ് ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ആയിട്ട് നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഫുൾ ടൈമും കപ്പാസിറ്റർ ലോഡായിട്ട് തന്നെയായിരിക്കും നിൽക്കുക. പക്ഷേ APFCയിൽ വരുമ്പോൾ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കപ്പാസിറ്റർ ചാർജ് ആകുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡക്റ്റീവ് ലോഡ് ഉപയോഗിക്കുന്നതനുസരിച്ച് എന്തോരം ലോഡ് ഉപയോഗിക്കുന്ന ആ ലോഡിന് ആനുപാതികമായിട്ടുള്ള കപ്പാസിറ്റർ മാത്രമേ ചാർജായി വരത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ 20 kVAR കപ്പാസിറ്റി വേണ്ട ഒരു മെഷീനാണ് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ 20 വർക്ക് ചെയ്യും. പിന്നെ നമുക്ക് 10 kVAR ചെയ്ത് മതി എന്നുണ്ടെങ്കിൽ ആ റേഞ്ചിലേക്ക് വർക്ക് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്ത് തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഫുൾ ടൈം കപ്പാസിറ്റർ ചാർജ് ചെയ്ത് നിർത്തേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ റെഡാണ് മുഴുവൻ കാണുന്നത്. ഏതെങ്കിലും ഒരു പമ്പോ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള റേഞ്ചിലേക്ക് എത്ര റേഞ്ച് വേണം ആ റേഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്ത് ആ റേഞ്ചിലാണ് ഈ APFC വർക്ക് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ നിലവിലുള്ള ഇത് കാണിച്ചില്ല ഞാൻ. പവർ ഫാക്ടർ വരുന്നത് 0.99 അല്ലെങ്കിൽ യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും നമുക്ക് കിട്ടുക. കണ്ടോ, 0.99 ആണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ആയിട്ട് കൃത്യമായിട്ട് തന്നെ ഒരു കറക്റ്റ് യൂണിറ്റി പവർ ഫാക്ടർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ പാനൽ കൊണ്ട് പറ്റും. നമ്മൾ എന്തോരം ലോഡ് ആഡ് ചെയ്താലും ആ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പവർ ഫാക്ടർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കൊടുക്കുകയും അതേപോലെ തന്നെ ലോഡിൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുകയും ചെയ്യുന്ന സംവിധാനം. നമുക്കിപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമുക്ക് 20 kVAR ഒരു കപ്പാസിറ്റർ യൂണിറ്റിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ താഴത്തേക്ക് 10 kVAR, 5, വീണ്ടും 10 kVAR, അതിൻ്റെ താഴെ 5, അതിൻ്റെ താഴെ 5, പിന്നെ ഒരു സ്പെയർ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ടിയിട്ടാണ് ആ സ്പെയറും കൂടി വരുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്നത് കപ്പാസിറ്റർ പാനൽ വരുന്നത് 50 kVAR ആണ്. അത്രയും മതി നമുക്ക്. ഇപ്പോൾ 20 kVAR ഒരു കപ്പാസിറ്റർ നമുക്ക് ടോട്ടൽ ലോഡിൽ ഇപ്പോൾ 20 kVAR ഒരു കപ്പാസിറ്റി സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 20 ചാർജ് ആവും. പിന്നെ 10 മതി എന്നുണ്ടെങ്കിൽ ആ 10 kVAR ചാർജ് ചെയ്യും. ഇപ്പോൾ നിലവിലിപ്പോൾ ഒന്നും ഇൻഡക്റ്റീവ് ലോഡ് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ നമുക്കൊരു ലോഡിന് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ റെഡ് കട്ടായി കിടക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും മെഷീനറീസ് വർക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് എടുത്തോളൂ. അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് 2 സെലക്ടർ സ്വിച്ച് വരുന്നുണ്ട്, ഓട്ടോ മോഡ്, മാനുവൽ മോഡ്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ വോൾട്ട് മീറ്ററിൻ്റെ ഓരോ ഫേസിലെയും ഡിപ്പെൻഡ് ചെയ്യുന്ന റേഞ്ചുകൾ അറിയാനായിട്ടുള്ളതാണ്. ഇതൊരു പോർട്ട് പോയി കിടക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെയുണ്ട് സെലക്ടർ സ്വിച്ച്. പിന്നെ ഓട്ടോമാറ്റിക് മോഡ്, മാനുവൽ മോഡിൽ നമുക്ക്
പുഷ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാനും പറ്റും. ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഓട്ടോ കംപ്ലൈൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മാനുവലി കപ്പാസിറ്റർ ചാർജ് ചെയ്ത് നിർത്താനുള്ള ഓപ്ഷനാണ്. നമ്മുടെ സെലക്ടർ സ്വിച്ച് മാനുവലിലേക്ക് മാറ്റിക്കൊണ്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ചാർജ് ആവും. അപ്പം അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ APFCയുടെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് APFC ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ആയിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് KSE ബില്ലിൽ നിന്ന് നല്ല രീതിയിലുള്ള ഇൻസെൻറ്റീവ് ഒക്കെ ലഭിക്കും. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ചുരുക്കുകയാണ്. ചെറിയ നോയ്സ് കൂടുതലുണ്ടാകും തോന്നുന്നു, അതുകൊണ്ടിട്ട് വീഡിയോ നിർത്തുവാണ്. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ്സായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.